ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ എക്സാം നോട്ടായിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ 8ാം ക്ലാസ്സിന് നാളെ ഹിന്ദിയാണ്, അതിനുള്ള ഒരു എക്സാം നോട്ടായിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ടേമിനായിക്കോട്ടെ, സെക്കൻഡ് ടേമിനായിക്കോട്ടെ, തേർഡ് ടേമിനായിക്കോട്ടെ, 8ാം ക്ലാസ്സിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സഹി പ്രസ്താവന ചുൻകർ ലിഖി, അതായത് 4 ശരിയായ പ്രസ്താവന എഴുതാനാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് എപ്പോഴും വരുന്നത് ഒരു 4 മാർക്കിനാണ് കേട്ടോ. 4 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. അപ്പോൾ നമുക്കിത് നോക്കിയാലോ. ഈ ഒരു ക്വസ്റ്റ്യൻ തേർഡ് ടേമിന് എപ്പോഴും വരുന്നത് എന്താണ്, ഖൂബ്സൂരത് അനുമതി ഹിമാലയ, ആ ഒരു ഹിമാലയാൻ്റെ ഒരു പാടത്തു നിന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ബച്പൻ സേ ഹി സന്തോഷ് യാദവ് ബഡി ജിജ്ഞാസു തീ, അത് ജിജ്ഞാസു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാനുള്ള ആഗ്രഹം എന്നാണ്. അതുള്ള ഒരാളായിരുന്നില്ലേ സന്തോഷ് യാദവ്, അപ്പോൾ അത് ശരിയാണ്. 8वीं कक्षा तक സന്തോഷ് യാദവ് ഹോസ്റ്റൽ മേ രഹി, അതായത് 8ാം ക്ലാസ് വരെ സന്തോഷ് യാദവ് എവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഹോസ്റ്റലിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആണോ? അല്ല, അത് തെറ്റാണല്ലേ, തെറ്റാണ്. 8ാം ക്ലാസ്സിന് ശേഷമാണ് സന്തോഷ് യാദവ് ഹോസ്റ്റലിൽ പോയി പഠിച്ചത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സന്തോഷ് യാദവിനെ കോളേജ് മേ പഠനെ സമയ പഹലി ബാർ ഹിമാലയ ദേക്ക, കോളേജിൽ പഠിക്കുന്ന സമയത്തല്ലേ സന്തോഷ് യാദവ് ആദ്യമായിട്ട് ഹിമാലയ കണ്ടത്. അപ്പോൾ അതെന്താണ്? ശരിയാണ്. ഓക്കെ, ദെൻ 14 വർഷ की आयु में സന്തോഷ് യാദവ് की शादी हुई, അതായത് 14 വയസ്സാകുമ്പോൾ തന്നെ സന്തോഷ് യാദവിൻ്റെ മാരേജ് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. ആണോ? അല്ല, കല്യാണം ആയത്തേക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സന്തോഷ് യാദവ് എന്ത് ചെയ്തു? ഹോസ്റ്റലിൽ പോയി പഠിക്കാൻ തുടങ്ങി അല്ലേ. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, സന്തോഷ് യാദവ് ഭൂമി കോ സർവ് കഹന ചാത്തി ഹെ, അതായത് സന്തോഷ് യാദവ് ഭൂമിയെ സ്വർഗം എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ശരിയല്ലേ? അപ്പം അതും ശരിയാണ് കേട്ടോ. ഇനി അടുത്ത നമുക്ക് ശരിയാണെന്നറിയാം, എന്നാൽ നമുക്ക് നോക്കാം. സന്തോഷ് യാദവ് അപ്നി 5 भाइयों के बीच की लाडली थी, അതായത് ശരിയല്ലേ? അതായത് സന്തോഷ് യാദവ് എത്ര ഏട്ടന്മാരുണ്ടായിരുന്നു? 5 ഏട്ടന്മാരുണ്ടായിരുന്നു. അപ്പോൾ 5 ഏട്ടന്മാരുടെ ഇടയിൽ ഒരു ഓമന ആയിരുന്നു, ഒരു പെറ്റായിരുന്നു നമ്മുടെ സന്തോഷ് യാദവ്. അപ്പോൾ അതേ 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തെ എക്സാമിൽ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. ടിൽ ദെൻ ബൈ.